അപ്പോഴേ ഞാനും ആഷ്മിയും കൂടെ രാവിലെ അമ്പലത്തിൽ വന്നേക്കും കേട്ടോ പറയിടാനായിട്ട്. അപ്പോൾ രണ്ട് ദേവിമാരെ രണ്ടിടത്തും പറയിടണം. അപ്പോൾ നാളെ 10 ഉത്സവം. അപ്പോൾ ഇന്നും കൂടെ ഉള്ളൂ പറയിടാനുള്ള സൗകര്യം. അപ്പം രാവിലെ ലച്ചുവിന് ട്യൂഷൻ ഉണ്ടായിരുന്നു. 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ സ്പെഷ്യൽ ട്യൂഷൻ ഇന്നു മുതൽ തുടങ്ങി. അപ്പോൾ രാവിലെ ലച്ചുവിനെ ട്യൂഷൻ കൊണ്ട് വിട്ടേച്ച് വന്നിട്ട് ഞാനും ആഷ്മിയും കൂടെ അമ്പലത്തിൽ വന്ന് ആഷ്മിയും കൊണ്ട് പറയിടിപ്പിക്കണമായിരുന്നു. അങ്ങനെ ആഷ്മിയും കൊണ്ട് പറയിടിപ്പിച്ച് പ്രസാദമൊക്കെ വാങ്ങി ഞങ്ങളുടെ വീട്ടിലെത്തി കേട്ടോ. അമ്പലത്തിൽ നിന്നപ്പോൾ അവൾക്ക് ഒടുക്കത്തെ വിശപ്പായിരുന്നു. വീട്ടിൽ വന്നപ്പോൾ അവൾക്ക് ഒന്നും വേണ്ട. രാവിലെ ലച്ചുവിന് ബുക്ക് മേടിക്കാൻ കയറിയപ്പോൾ ഞാൻ ഒരു കപ്പലണ്ടി മേടിച്ചു. എൻ്റെ വണ്ടിക്കകത്ത് നിന്ന് അതും കണ്ടുപിടിച്ച് അതും അങ്ങ് തീറ്റി തുടങ്ങി. എന്തായാലും ഗ്യാസ് കയറുമെന്ന് ഉറപ്പാണ്. കാരണം വേറെ ഒന്നും കഴിച്ചിട്ടില്ല. ഉച്ചയായപ്പോൾ 12 മണിയായപ്പോൾ ലച്ചുവിനെ വിളിക്കാൻ പോകണമായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞ് പറങ്ങേണ്ടിയും കൂടെ കൊണ്ടുകൊടു, മഴയായി കഴിഞ്ഞാൽ പറങ്ങേണ്ടിക്ക് വില കുറയുമെന്ന്. ഈ പറങ്ങേണ്ടി മുഴുക്ക ആഷ്മിയുടെ കേട്ടോ. ഞാൻ ഓരോ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ആഷ്മി രാവിലെ എഴുന്നേറ്റ് പറങ്ങേണ്ടി വറക്കുന്നതും ഒക്കെ. ഒരു പൈസ പോലും തരത്തില്ലെന്നും പറഞ്ഞാണ് തന്നെത്താനാണ് സഞ്ചിയിലിട്ട് കൊണ്ടുപോയി വണ്ടിയെ വെച്ച് കടയിൽ കൊണ്ട് കൊടുത്ത് വിറ്റത് കേട്ടോ. പൈസയും പുള്ളിക്കാർ തന്നെ മേടിച്ചു. ഞാൻ വിചാരിച്ച ആയിക്കോട്ടെ, ആദ്യമായിട്ടാണ് ഇങ്ങനെ കേട്ടോ. അറിവാകുമ്പോഴല്ലേ പിള്ളേർ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ലോങ് വീഡിയോ ഞാൻ നാളെ ഇടും കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ലോങ് വീഡിയോ കൂടെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്തായാലും പറങ്ങേണ്ടി വിറ്റൻ്റെ 3 ഇരട്ടി പൈസ എന്നെ കൊണ്ട് ചിലവാക്കിച്ചിട്ട് അവൾ മേലെ കടയിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ലോങ് വീഡിയോ കൂടെ ഒന്ന് കാണണേ.